നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ കഴിയുന്നവരാണ് ഈ ഉത്രം നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിലാണെങ്കിൽ 15 നാഴികയും കന്നി രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം. അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നതും, മാർച്ച് 15 ശേഷമാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം കർമാധിപനായിരിക്കുന്ന ശുക്രന് അഷ്ടമഭാവസ്ഥിതി കാണുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനും അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും തൊഴിൽ മേഖലകളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെയും തടസ്സങ്ങളെയും നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ച് മാസത്തിൽ വളരെ നല്ലൊരു സമയമാണ്. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5ാം ഭാവത്തേക്ക് നോക്കുന്നതും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നതും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കന്നി രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ടും അഷ്ടമാധിപനായിരിക്കുന്ന ചൊവ്വയ്ക്കും 6ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും
കർമാധിപതിയായിരിക്കുന്ന ബുധന് 6-ാം ഭാവാധിപത്യം വരുന്നതുകൊണ്ടും നിവൃത്തിസ്ഥാനത്താണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ടും കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുമെങ്കിലും കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കണം ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. ധനപരമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.